നമസ്കാരം. രണ്ടാം ബാർക്കോഴ വിവാദം പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് CPM. അതുകൂടി വന്നാൽ മന്ത്രിസഭയിലും CPM-ലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. ഇത്രയൊരു നീക്കം നടത്തണമെങ്കിൽ എന്തായാലും മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല എന്നത് തന്നെയാണ് പാർട്ടിക്കുള്ളിലുള്ള വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് ഈ വിവാദവും എത്തുന്നത്. എക്സൈസ് ടൂറിസം വകുപ്പുകൾ തമ്മിൽ ചേർന്ന് നടത്തിയതെന്ന് വരുത്തി തീർക്കാനും ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും വില പോകുന്നില്ല. മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് എക്സൈസ് വകുപ്പിനെ അറിയിക്കാതെ നടത്തിയ ഈ തീവെട്ടിക്കൊള്ളയിൽ സത്യത്തിൽ MP രാജേഷ് ബലിയാടാവുകയാണ് ചെയ്തതെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലൊരു തെളിവാണ് പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞ ബാർ ഉടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പരാതിയാണ് പുറത്തു വരുന്നത്. ഇതോടെ മദ്യനയത്തിൽ ഇടപെടലിന് പണപ്പിരിവ് നടത്തിയെന്ന വാദത്തിനും ശക്തി കൂടുകയാണ്. നിയമസഭ ചേരുമ്പോഴാണ് ഈ തെളിവ് പുറത്തു വരുന്നത് എന്നതാണ് നിർണായകം. ഏപ്രിൽ മാസത്തിലാണ് ഒരു വിഭാഗം ബാർ ഉടമകൾ പണപ്പിരിവിനെ കുറിച്ച് പരാതിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചത്. ഈ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നു. എക്സൈസ് വിജിലൻസിന് പരാതി കൈമാറിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീടൊന്നും ഈ വിഷയത്തിൽ ചെയ്തില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി കൈമാറിയെങ്കിലും എക്സൈസ് വിജിലൻസ് അന്വേഷണം ഇനിയും പൂർത്തിയായിട്ടില്ല. അന്വേഷണം തുടങ്ങിയത് ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ്. മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകാത്തവരുടെ പേരിൽ എക്സൈസ് കേസെടുത്തിട്ടുണ്ടെന്നുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് ബാർ ഉടമകൾ ഏപ്രിൽ 12-ന് നൽകിയ പരാതിയിൽ പറയുന്നത്. പണം നൽകണമെന്ന് മെയ് 23-ന് നൽകിയ ശബ്ദ സന്ദേശത്തിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ സർക്കാരിന് നൽകാനായില്ല, സംഘടനയുടെ കെട്ടിടം പണിക്കും മറ്റുമാണ് പണപ്പിരിവെന്നുമായിരുന്നു സംഘടനയുടെ വിശദീകരണം. തങ്ങൾക്കായല്ല പണപ്പിരിവെന്ന നിലപാട് സ്വീകരിച്ച് സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ നൽകിയ പരാതിയുമായി ഒത്തുനോക്കുമ്പോൾ അട്ടിമറിക്കുള്ള സാധ്യത കൂടുതലാണ്. ഏപ്രിൽ 12-ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നിന്ന് വൻ മുതൽ മുടക്കിൽ ഹോട്ടൽ ആൻഡ് ബാർ വ്യവസായം നടത്തുന്ന ഞങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുകയാണ്. FKHA എന്ന മാതൃസംഘടന തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് അങ്ങയുടെയും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം ഒരു ബാർ ഹോട്ടലിൽ വെച്ച് 2,50,000 രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ലൈസൻസ് പുതുക്കലിന് ശേഷം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ സംഘടനയുടെ നിർദ്ദേശപ്രകാരം 1,00,000 രൂപ പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞ് നേതാക്കൾ വാങ്ങിച്ചു. അത് നൽകി അവർ സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തത്. ഇത്തവണയും അന്നത്തെ പോലെ അങ്ങയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നത്. നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസെടുപ്പിക്കുമെന്ന് ഭീഷണി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് വിരട്ടി 1,00,000 രൂപ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇവരുടെ ഭീഷണി ഭയന്നാണ് ഇങ്ങനെയൊരു രീതിയിൽ അങ്ങയുടെ സമക്ഷത്തിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടെ ബാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുള്ള മന്ത്രി MP രാജേഷിന്റെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് അയച്ചിരുന്നു. വിവാദ ശബ്ദ സന്ദേശം പുറത്തുവന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നോട്ടീസ് അയച്ചത്. പലതവണ അന്വേഷണത്തോട് സഹകരിക്കാൻ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ചോദിച്ച വിവരങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് അർജുനെ നേരിട്ട് വിളിച്ചു വരുത്തിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണം. വിവാദ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു എന്നത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അർജുൻ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഇടുക്കിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെന്നും ഈ നമ്പറിലെ പ്രൊഫൈൽ ചിത്രം മറ്റാരുടേതോ ആണെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ഇതിന്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കാനാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. അർജുന്റെ ഭാര്യാപിതാവ് ബാർ ഉടമകളുടെ സംഘടനയിലെ അംഗവും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ മുൻ അഡ്മിനുമായിരുന്നു. എന്നാൽ ബാർ ഉടമകളുടെ സംഘടനയുമായി ഒരു ബന്ധമില്ലെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളത് തന്റെ നമ്പർ അല്ലെന്നുമാണ് അർജുന്റെ വിശദീകരണം. ഇതിനിടെയാണ് പുതിയ രേഖയും പുറത്തേക്ക് വരുന്നത്. നന്ദി.